വൈകുന്നേരം നമുക്കിവിടെ വലിയ പൊതുസമ്മേളനം കുറെ ഏരിയ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കാൻ പോകുന്നു. സഖാവ് വി എസ് അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്നുള്ളതുകൊണ്ടും 36 ലക്ഷം കുടുംബങ്ങൾക്ക് 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി നൽകിയ പ്രസ്ഥാനമാണ് ഈ ചെങ്കൊടി പ്രസ്ഥാനമെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. അതാണ് മൗലികമായ മാറ്റം. ഈ കേരളത്തെ മൗലികമായി മാറ്റുകയാണ്. ആ മൗലികമായ മാറ്റത്തിന്റെ നേതൃത്വ സ്ഥാനത്താണ് സഖാവ് വി എസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാർലമെന്ററി പ്രവർത്തനവും പാർലമെന്റേതര പ്രവർത്തനവും ചേർത്ത് ഒരു നാട് എങ്ങനെ ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് നീങ്ങുമെന്നതിന്റെ മാർക്സിയൻ പ്രത്യശാസ്ത്രം രചിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നേതൃനിരയിലുള്ള നേതാവാണ് സഖാവ് വി എസ് എന്ന് ഞാൻ യാദൃശ്ചികമായിട്ട് പറഞ്ഞതല്ല, കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് ഞാൻ ആ കാര്യം അവതരിപ്പിച്ചത്. പിന്നെ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ വർത്തമാന കാലഘട്ടത്തിലെ മുഴുവൻ ആൾക്കും കൃത്യമായിട്ട് ധാരണയുള്ളതാണ് എന്നുള്ളതുകൊണ്ടും വൈകുന്നേരം നമുക്കിവിടെ വലിയ പൊതുസമ്മേളനം കുറെ ഏരിയ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കാൻ പോകുന്നു. സഖാവ് വി എസ് അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്നുള്ളതുകൊണ്ടും ഇവിടെ നമുക്കെല്ലാം പ്രിയപ്പെട്ട സുനിൽ പി ഇളയിടം മാഷിന്റെ പ്രഭാഷണം ഇനി അങ്ങോട്ട് നടക്കാനുണ്ട് എന്നുള്ളതുകൊണ്ടും ഞാൻ സുദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് നീങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ മുഖ്യമന്ത്രിയായി, അതിനു മുമ്പ് പ്രതിപക്ഷ നേതാവായി, ജനങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഓരോരാളായി അവരെല്ലാം കാണുന്ന സഖാവ് വി എസ് ആ രീതിയിൽ, ആ അർത്ഥത്തിലാണ് നമ്മൾ കണ്ടത്.